കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക കൃഷിനാശം. പൈവളികയിൽ 19 ഏക്കറോളം നെൽപ്പാടം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് ഇവിടെ സംഭവിച്ചത്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക കൃഷിനാശം. മഞ്ചേശ്വരം താലൂക്കിലെ പൈവളികെ പഞ്ചായത്തിൽ 19 ഏക്കർ നെൽപ്പാടമാണ് വെള്ളം കയറി നശിച്ചത്. ഇവിടെ കൃഷിയിറക്കിയ നെല്ല് പൂർണ്ണമായും വെള്ളത്തിനടിയിലായതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ്. പ്രദേശത്തെ കർഷകനായ വിനോദിന്റെ 15 ഏക്കർ നെൽപ്പാടത്തിനും മുഹമ്മദ് ഹാജിയുടെയും കമാൽ ഹാജിയുടെയും 2.5 ഏക്കർ വീതമുള്ള നെൽപ്പാടങ്ങൾക്കും വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഏകദേശം ഒരു 3-4 ലക്ഷം നഷ്ടമായി. അനക്കൊരു 2 ലക്ഷം, ആചാർക്ക് ഒരു 2 ലക്ഷം നഷ്ടമായി. ഫുള്ള് നാറ് നട്ടത്, അതിന് ട്രാക്ടർ പോകുന്നത്, പിന്നെ ലേബർ വളം ഇതിട്ടത് മൊത്തം കുറേ നഷ്ടമായി. ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്ത് മൊത്തം വെള്ളം കയറി അങ്ങനല്ല മൊത്തം വന്നിട്ട് മുകളിലത്തെ വെള്ളമല്ല ഫുള്ള് ഒരു 10-15 ഏക്കറാവും വെള്ളത്തിനടിയിലായി. നാറ് നട്ടത് ഫുള്ള് പോയി. തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് വയലുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഞാറുകൾ പൂർണ്ണമായും മുങ്ങിപ്പോവുകയുമായിരുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതിനാൽ വിളകൾ ചീഞ്ഞു നശിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് കർഷകർ പറയുന്നു. ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചെക്ക് ഡാമാണ് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായത്. ഒപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഇത്തവണ തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാതിരുന്നതും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായി. സംഭവത്തിൽ കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. വെള്ളക്കെട്ടിന് കാരണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ഥിരം നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് കൂടുതൽ കൃഷിനാശം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ക്രോപ്പ് ഇൻഷുറൻസ് പോളിസികളുണ്ട്, പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമ യോജനയുണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അതിപ്പോൾ നാച്ചുറൽ കലാമിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, സോ അത് കൃഷി ഓഫീസർ എന്ന നിലയ്ക്ക് ഞാനൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നതായിരിക്കും, FIR ഫയൽ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.